ഹലോ കുട്ടികളെ, അപ്പം നമുക്ക് +1 മാത്സ് എക്സാം ഫുൾ മാർക്ക് വാങ്ങിക്കണോ? നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന സെയിം ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ തരാം നിങ്ങൾക്ക്. ഓക്കെ, ഇത് പ്രഡിക്ഷൻ ആണ്, പക്ഷെ ഇതിൻ്റെ 90% ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മറ്റന്നാൾ നടക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടും. നമ്മൾ ഫിസിക്സ് അപ്ലോഡ് ചെയ്തായിരുന്നു, കെമിസ്ട്രി ചെയ്തായിരുന്നു. അപ്പോൾ കെമിസ്ട്രി ഒക്കെ പ്രഡിക്റ്റ് ചെയ്തപ്പോൾ അതേപോലെ എക്സാക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. ഫിസിക്സും ബയോളജിയും എക്സാക്റ്റ് ക്വസ്റ്റ്യൻ വന്നായിരുന്നു. പിന്നെ ഫിസിക്സും ബയോളജിയും ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിരുന്നു, പക്ഷേ കെമിസ്ട്രി അങ്ങനെ ഈസി ആയിരുന്നില്ല. പക്ഷെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു മെജോറിറ്റിയും അതിലുണ്ടായിരുന്നത്. യുണീക്ക് ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത് കെമിസ്ട്രിയിലുണ്ടായിരുന്നു, പക്ഷേ കെമിസ്ട്രി എല്ലാ കുട്ടികളിലോട്ടും ആ വീഡിയോ എത്തിയില്ല. അതിനുശേഷമാണ് നമ്മൾ വീഡിയോസൊക്കെ നല്ല രീതിയിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. അപ്പം കുട്ടികൾ പറഞ്ഞാണ്, സാറേ ഇത് നേരത്തെ ഒന്ന് വീഡിയോ ഇടുമോ? അതുകൊണ്ട് നാളെ ഒരു ദിവസം, മറ്റന്നാൾ അര ദിവസം, 1.5 ദിവസം ബാക്കിയുണ്ട്. പിന്നെ ഇന്നത്തെ ബാക്കി കൊണ്ട് ചേർത്ത് ഏകദേശം അറൗണ്ട് ഒരു 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് തരയാണ്, കൂത്തിയിരുന്ന് പഠിച്ചു. ഓക്കെ, ഇതിലെ ക്വസ്റ്റ്യൻസേ വരികയുള്ളൂ. ദെൻ ഇതിൽ നിന്ന് ഒരു 5-6 ക്വസ്റ്റ്യൻസ് കൂടെ നാളെ ഒരു 5-6 വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ഇന്ന് വൈകുന്നേരം നാളെ ആയിട്ട് വരും. അത് എക്സാം ടൈറ്റ് ആയാൽ, ടഫ് ആയാൽ ഈ ക്വസ്റ്റ്യൻസ് കാരണമായിരിക്കാം എക്സാം ടൈറ്റ് ആകുന്നത്. ബാക്കിയൊക്കെ നോർമൽ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് കാരണമായിരിക്കാം ടഫ് ആകുന്നത്. ആ ക്വസ്റ്റ്യൻസ് ഞാൻ സെപ്പറേറ്റ് 5 മിനിറ്റ് വീഡിയോസ് ആയിട്ട് ഇട്ടുതരും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എടുത്തുതരും. അത് നിങ്ങൾ കണ്ടോളുക ഇതിൻ്റെ കൂട്ടത്തോ. ഓക്കെ, അതോടുകൂടി നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാം. അപ്പോൾ ഇത് ഫുൾ മാർക്കിന് വേണ്ടിയാണ്. പിന്നെ പാസ് മാർക്കിന് വേണ്ടിയുള്ള കുട്ടികൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ടോപ്പിക്കുകൾ ചാപ്റ്ററുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ സെക്ഷനിൽ നിന്ന് അതിൽ വരുന്ന ടോപ്പിക്കുകൾ പഠിച്ചാൽ മതി. അതിൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്ത് ചെയ്യാം, ഒരു PDF കൂടെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, കുറച്ച് തിയറി, കുറച്ച് ക്വസ്റ്റ്യനും ആൻസേഴ്സ് ഉള്ളൊരു PDF പ്രൊവൈഡ് ചെയ്യാം. അതും നല്ല PDF ആണ്. അത് നല്ല PDF ആണ്. അത് നിങ്ങൾ നോക്കി പഠിക്കണം. അതും എല്ലാവരും ഒന്ന് വർക്കൗട്ട് ചെയ്യണം. അതിൻ്റെ ക്വസ്റ്റൻസും കൂടെ ഓക്കെ, അതും വർക്കൗട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം സെറ്റ്സിലെ ക്വസ്റ്റൻ തന്നെ. സെറ്റ്സിലെ ക്വസ്റ്റൻ ഒന്നും ഞാൻ ആൻസർ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ കുട്ടികളെ, കാരണം സെറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. ആദ്യം എന്താണ് നമ്മൾ ഇത് സ്ഥിരം ഒരു ക്വസ്റ്റൻ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറയും. ഒരു കാര്യം ഈ വർഷം ശ്രദ്ധിച്ചോ, ഈ വർഷം ഇങ്ങനത്തെ തിരിച്ച് ചിലപ്പോൾ സെറ്റ് ബിൽഡർ ഫോമും കൂടെ അതിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വർഷം തിരിച്ച് ചോദിക്കും. എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇത് എഴുതാൻ പറയും. ഇവിടെ റോസ്റ്റർ ഫോം എഴുതുന്നതിന് പകരം റോസ്റ്റർ ഫോം തന്നിട്ട് സെറ്റ് ബിൽഡർ ഫോം എഴുതാൻ ഈ വർഷം വന്നിരിക്കും. നോക്കി, കുറച്ച് വർഷങ്ങൾ കൊണ്ട് ചോദിക്കുന്നില്ല, കുറച്ച് ഇയേഴ്സ് ആയിട്ട് ചോദിക്കുന്നില്ല. അത് ഈ വർഷം അത് വരും, നോക്കിക്കോ. അപ്പോൾ എല്ലാവർക്കും സെറ്റിലെ ക്വസ്റ്റ്യൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. A1B, A-B ഇതൊക്കെ വെരിഫൈഡ് ആയിട്ടെന്ന് പറഞ്ഞ് ചോദിക്കും. അല്ലെങ്കിൽ A ഇന്റർസെക്ഷൻ B, ഇത് ഡിമോർഗൻസ് ലാ, A യൂണിയൻ B ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു A ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്. ഇത് ചോദിച്ചിരിക്കും, സെറ്റിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ വെൻ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ വന്നിരിക്കും. വെൻ ഡയഗ്രാം വരയ്ക്കുക എല്ലാവർക്കും അറിയാം. B-A വെൻ ഡയഗ്രാം ഏതെങ്കിലും 2-3 ക്വസ്റ്റ്യൻ ഉണ്ട്. അടുത്ത് ഇത് വേറെ ക്വസ്റ്റ്യൻ ആണ്. ഓരോ ക്വസ്റ്റ്യൻ ഞാൻ ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പുതിയ ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഒരു വെൻ ഡയഗ്രാം വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതാണ് തന്നിരിക്കുന്നത്. റൈറ്റ് A കോംപ്ലിമെന്റ് ആൻഡ് B കോംപ്ലിമെന്റ്. A കോംപ്ലിമെന്റ് B കോംപ്ലിമെന്റ് എഴുതാൻ വേണ്ടി ഫോർ ദ എബോവ് സെറ്റ്. ഇതൊക്കെ നിങ്ങൾ പ്രൂവ് ചെയ്യാം. സെറ്റ്സിലെ ക്വസ്റ്റ്യൻ ഒന്നും ഞാൻ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുള്ളതേ ഉള്ളൂ. കാരണം എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. സംശയം ഉണ്ടോ, ഡൗട്ട് ഉണ്ടോ? ഇത് ഈ ക്വസ്റ്റ്യൻ്റെ ബാക്കിയാണ് ഇത് കേട്ടോ. ഇതിൽ റൈറ്റ് സെറ്റ് A, B അത് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. റൈറ്റ് A, B ഇൻ റോസ്റ്റർ ഫോം. ഇവിടുത്തെ എയുടെ ആൻസർ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇതിൽ നിന്നാണ്. ഇതിൽ എക്കകത്ത് വരുന്ന ആൾക്കാർ ആരൊക്കെയാ? 6, 10, 3, 4. അപ്പൊ A എന്ന് പറഞ്ഞ ആരാ? 6, 10, 3, 4. B എന്ന് പറഞ്ഞ ആരാ? ഈ 3, 2, 5, 11, 4. 3, 2, 5, 11, 4. കുട്ടികൾക്കെല്ലാം മനസ്സിലായില്ലേ? ഇനി U എന്ന് പറഞ്ഞാൽ ഈ വെളിയിലുള്ള എല്ലാ ഈ സെറ്റ് വെളിയിലല്ല, ഈ സെറ്റിനകത്തുള്ള എല്ലാ ആൾക്കാരുമാണ് U. അത് തന്നിട്ടുണ്ട്. ഇനി ഇത് വെരിഫൈ ചെയ്യാൻ പറ്റൂല. എയും ബിയും നിങ്ങൾ റോസ്റ്റർ, ഇതാണ് എയും ബിയും റോസ്റ്റർ ഫോമിൽ എന്ന്. ഇതിൻ്റെ അകത്ത് നിന്ന് ഇതിൻ്റെ അകത്തുള്ളത് A, ഇതിൻ്റെ അകത്തുള്ളത് B. ബാക്കി ഇനി ചെയ്യാൻ അറിയാലോ എല്ലാവർക്കും. പഠിച്ചോളുക കേട്ടോ. ഇത് എക്സാമിന് ചോദിക്കും കേട്ടോ, ഉറപ്പാണ്. സെറ്റിലെ ക്വസ്റ്റ്യൻസ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ വെൻ ഡയഗ്രാം എഴുതേണ്ട ക്വസ്റ്റ്യൻസ് പഠിച്ചോളുക, എക്സാമിന് ചോദിക്കും. ഇത്രയേ ഉള്ളൂ. ഇത്രയും ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. ആ സെറ്റിൽ വേറെ ഒന്നുമില്ല. പിന്നെ ആ സബ്സെറ്റും പവർ സെറ്റും കൂടെ എഴുതാൻ പഠിക്കുക. പിന്നെ കുറച്ച് കുഞ്ഞു ഷോർട്സ് വീഡിയോസ് സാർ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. വേറെ ഒന്നുമില്ല. മറ്റേ റിലേഷനിലേക്ക് ചില ചെറിയ കുഞ്ഞു ആൻസർ, 1 മാർക്കിൻ്റെയൊക്കെ ആൻസർ വന്ന വീഡിയോസ് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി അങ്ങ് വിടുക. അപ്പം നിങ്ങൾക്ക് 100% അതിൽ നിന്ന് മാർക്ക് കിട്ടും കേട്ടോ. കാരണം പവർ സെറ്റുകളുടെ എണ്ണം എത്രയാ? 2n. ഇനി പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം 2n-1. അതൊക്കെ ഉള്ള കുറച്ച് പ്രോബ്ലംസ് വരാം സെറ്റിലും കേട്ടോ. നെക്സ്റ്റ് നമ്മൾ റിലേഷൻ ഫംഗ്ഷനിൽ പോയാൽ അഫ്കോഴ്സ് നമുക്ക് A ക്രോസ് B എഴുതാൻ പറയും.
ചിലപ്പോൾ അത് -1 ആ ഒരു സെറ്റ് ആയിരിക്കും തരുന്നത്, അല്ലെങ്കിൽ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ വരും. എന്നിട്ട് റൈറ്റ് ദ നമ്പർ ഓഫ് പോസിബിൾ റിലേഷൻസ് ഫ്രം, അതാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. റൈറ്റ് ദ നമ്പർ ഓഫ് പോസിബിൾ റിലേഷൻസ് ഫ്രം ഏതാണ് A to B, എയിൽ നിന്ന് ബിയിലോട്ടുള്ള, അങ്ങനെ എയിൽ നിന്ന് ബിയിലുള്ള പോസിബിൾ റിലേഷൻ എന്ന് പറഞ്ഞാൽ n ഓഫ്, ഇതാണ് അതിൻ്റെ ഫോർമുല, 2 n of A cross B എന്ന് പറഞ്ഞാൽ നിങ്ങളോട് നോക്കൂ കുട്ടികളെ, ഇവിടെ നോക്ക്, A എന്ന് പറഞ്ഞാൽ x is a പ്രൈം നമ്പർ. അപ്പൊ A എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരാം, നമ്മളെ പ്രൈം നമ്പേഴ്സ് ആരൊക്കെയാ, 2 പ്രൈം നമ്പർ ആണ്, 3 പ്രൈം നമ്പർ ആണ്, വേറെ ആരുമില്ല. കാരണം 6-നേക്കാളും ചെറുതെന്നാ പറയുന്നത്, 6-നേക്കാളും ചെറുത്. അപ്പൊ 5 പ്രൈം നമ്പർ അല്ലേ, 2, 3 പിന്നെ ആരാ 5, ഇത്രയാണ് 6-നേക്കാളും ചെറിയ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്, 6-നേക്കാളും ചെറിയ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ A എന്ന് പറഞ്ഞ സെറ്റ് കിട്ടി. B എന്ന് പറഞ്ഞ സെറ്റ് ആരാ, 5, 6. B ആരാ, 5, 6. അപ്പൊ A ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് കാണും, n ഓഫ് A ക്രോസ് ബി എത്രയാ, 6 അല്ലേ. ഇതിൽ 3 എലമെന്റ്, ഇതിൽ 2 എലമെന്റ്. അപ്പൊ A ക്രോസ് ബി എഴുതുമ്പോൾ എത്ര എലമെന്റ് കിട്ടൂടാ, 6 എലമെന്റ് കിട്ടും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്, റൈറ്റ് ദ നമ്പർ ഓഫ് പോസിബിൾ റിലേഷൻ ഫ്രം A to B, എയിൽ നിന്നും ബിയിലുള്ള പോസിബിൾ റിലേഷൻസിന്റെ ആൻസർ എത്ര, 2⁻6. ചോദിക്കാം കേട്ടോ, ഇത് എക്സാമിന് ചോദിക്കും. നല്ല ക്വസ്റ്റ്യൻ ആണ്, ഇത് എക്സാമിന് വരും കേട്ടോ. ഇങ്ങനെയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ നമ്മളെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എന്ന ഫോളോയിങ് ഫംഗ്ഷൻസ്. ഈ ഫംഗ്ഷനിൽ നിന്നും f of -2, f of 0, f of 6 കണ്ടുപിടിക്കുക. വേറെ ഒന്നുമില്ല കുട്ടികളെ, നമ്മളൊരു ഫംഗ്ഷൻ എപ്പോഴും എഴുതണം ഇങ്ങനെ, ഓർഡേഡ് പെയർ x y എന്ന, അല്ലെങ്കിൽ ഇന്ന് എഴുതുന്ന മറ്റൊരു രീതി x f of x എന്ന. ഇതാണ് ഒരു ഫംഗ്ഷൻ. ഈ y എന്ന് പറഞ്ഞാൽ f of x ആ. അപ്പൊ നിങ്ങൾ f of -2 എന്ന് പറഞ്ഞാൽ ആരാ, ഇയാളാ, 5 ആ. കാരണം എക്സിന്റെ വാല്യൂ -2 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 5. f of 0 ആരാ, ഇയാളാ, 1 ആ. എക്സിന്റെ വാല്യൂ 0 ആകുമ്പോൾ എഫിന്റെ വാല്യൂ. f of 6 ആരാ, ഇയാളാ, 37. എക്സിന്റെ വാല്യൂ 6 ആകുമ്പോൾ വൈയുടെ വാല്യൂ. മനസ്സിലായോ? അപ്പൊ ഈ ഒരു ഐഡിയ ഇത് ബേസിക് ആണ്, പക്ഷെ പല കുട്ടികൾക്കും അറിയത്തില്ല. അപ്പൊ അയ്യോ ഇത് നമ്മളെ പഠിപ്പിച്ചില്ലല്ലോ എന്ന് വിചാരിക്കും. തന്നിക്കുന്ന ചാനത്തിൽ എടുത്ത് എഴുതാണ് എഫ് വന്നിട്ടുണ്ട്. അപ്പൊ f of -2 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ -2 ആകുമ്പോൾ ഫംഗ്ഷൻ എത്ര, 5. ഈസി അല്ലേ, എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻ. പിന്നെ ഉറപ്പായിട്ട് ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ നമ്മളെ ചാനലിലുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് കാണും. അല്ലെങ്കിൽ ഞാൻ വീണ്ടും ഒരു ഗ്രാഫ് വരയ്ക്കുന്ന വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്യും, നോക്കിക്കൊള്ളുക. ഗ്രാഫ് വരച്ച് ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ 100% ചോദിക്കാം. അത് ഏത് ഗ്രാഫ് വേണോ ചോദിക്കാം. ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് തോന്നുന്നു, കാരണം മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യന് ചാൻസ് ഉണ്ട്. ഏത് വേണോ ചോദിക്കാം, ഇത് തന്നെ ചോദിക്കുന്ന നിർബന്ധമില്ല. 8th ക്വസ്റ്റ്യൻ വേണോ ഗ്രാഫ് വെച്ച് നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ മോഡിൻ്റെ ഒരു ഗ്രാഫ്, ഡ്രാ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ. ഓക്കെ, ഇതിൽ ഒരെണ്ണം കൂടെ ആഡ് ചെയ്യപ്പെടും. ആൻഡ് ഫൈൻഡ് ആരാണ്, ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഗ്രാഫ് വരച്ചിട്ട് എന്താ പിടിക്കുക, ഡൊമൈനും റേഞ്ചും കൂടെ കണ്ടുപിടിക്കാൻ ചോദിക്കും. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. മോഡ് x+1 ഗ്രാഫ് വരയ്ക്കുക, ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ വന്നിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് ഈ ക്വസ്റ്റ്യൻ ഇയാളുടെ ഡൊമൈൻ കണ്ടുപിടിക്കാം. റേഞ്ച് കണ്ടുപിടിക്കാൻ സാധാരണ ഇങ്ങനെ ചോദിക്കാറില്ല, അത് കോംപ്ലിക്കേറ്റഡ് ആണ്. ഡൊമൈൻ കണ്ടുപിടിക്കാം. നമുക്കറിയാം ഡിനോമിനേറ്ററിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുക, എന്നിട്ട് r മൈനസ് അവിടെ കിട്ടുന്ന വാല്യൂ നിങ്ങൾ സെറ്റിനകത്ത് എഴുതുക. കാരണം ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. അപ്പൊ ഇതിൽ ഏതൊക്കെ വാല്യൂ എക്സിന് കൊടുത്താൽ ഡിനോമിനേറ്റർ 0 ആകും നിങ്ങൾ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കും അല്ലേ. ഇതിന് നിങ്ങൾ ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂസ് കിട്ടും. ആ എക്സിന്റെ വാല്യൂസ് റിയൽ നമ്പറിൽ നിന്ന് മൈനസ് ചെയ്ത് എഴുതുക. അതാണ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് എഴുതാൻ അറിയാം. സിമിലർലി ഈ ക്വസ്റ്റ്യനും ഡൊമൈനും റേഞ്ചും x-1 കണ്ടുപിടിച്ചോളുക. ഇത്രയേ ഉള്ളൂ റിലേഷൻ ഫംഗ്ഷനിൽ. പിന്നെ ഒരു ടൈപ്പും കൂടെ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻസ് തന്നിട്ട് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറയും. ഓക്കെ, റിലേഷൻ ഫംഗ്ഷനിൽ അത് ശ്രദ്ധിച്ചോണേ. പിന്നെയും ഉണ്ട്, റിലേഷൻ ഫംഗ്ഷൻ തീർന്നില്ല. റിലേഷൻ ഫംഗ്ഷനിൽ അത് ഇടാത്തതാണ്. ഓക്കെ, ഒരെണ്ണം തന്നിട്ട് ഇപ്പോൾ ഒരു റിലേഷൻ ഇങ്ങനെ തന്നിട്ട് ഫോർ എക്സാമ്പിൾ 1 2 1 3 2 7 ഇത് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് ചോദിക്കും. ഇത് ഫംഗ്ഷൻ ആണോ അല്ലയോ, അല്ല. കാരണം എക്സ് വാല്യൂസ് റിപ്പീറ്റ് ചെയ്താൽ ഫംഗ്ഷൻ അല്ല. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നാളത്തെ എക്സാമിന് വരും. പിന്നെ അനദർ ഇതിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ മോഡുലസ് ഫംഗ്ഷൻ, സിഗ്നം ഫംഗ്ഷൻ, എല്ലാ ഫംഗ്ഷന്റെ ഗ്രാഫ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഗ്രാഫിൽ നിന്നും ഏതെങ്കിലും ഒരു ഗ്രാഫ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. ഗ്രാഫുകൾ പഠിച്ചോളുക. ഞാൻ അത് ഇതിൽ ആഡ് ചെയ്യാത്തതാണ്. ഗ്രാഫുകൾ പഠിച്ചോളുക, ഗ്രാഫുകൾ ചോദിക്കും. നാളെ വൈകുന്നേരം ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഇതിൽ ഞാൻ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. നാളെ വൈകുന്നേരം പക്ക ക്വസ്റ്റ്യൻ പേപ്പർ പോലൊരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യനും പഠിച്ചോളുക. അതിന് ശേഷം നാളെ വൈകുന്നേരം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ മറ്റന്നാൾ രാവിലെ എക്സാമിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ സോൾവ് ചെയ്തിട്ട് പോകണം. അത് വരും എക്സാമിന്. ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ പഠിക്കുക.
നാളെ വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് സോൾവ് ചെയ്തിട്ട് പോകണം. ഞാൻ അന്നൊരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞായിരുന്നു, എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാനൊരു ക്വസ്റ്റ്യൻ തരും, വെയിറ്റ് ചെയ്തിരുന്നോ, നാളെ വൈകുന്നേരം അപ്ലോഡ് ആവും. ഇത് പഠിച്ചോണം. ഓക്കെ, അപ്പോൾ റിലേഷൻ ഫംഗ്ഷൻ എന്നുള്ള ചാപ്റ്റർ സ്കിപ്പ് ചെയ്താണ് 7 മാർക്ക് എവിടെ നിന്ന് വേണം കിട്ടാം. അപ്പോൾ എല്ലാ ഗ്രാഫും ഇത് പഠിച്ചോളുക കേട്ടോ. ഓക്കെ, അതിന്റെ ഡൊമൈനും റേഞ്ച് കണ്ടുപിടിക്കുക ചോദിക്കും. നെക്സ്റ്റ് ട്രഗണോമെട്രി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. പിന്നെ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് cos x + cos y ഫോർമുല മുകളിൽ അപ്ലൈ ചെയ്യുക, sin x - sin y ഫോർമുല അപ്ലൈ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ ചോദിക്കും, ഓർത്തിരിക്കുക, ഫോർമുലാസ് കൊടുത്ത് ചെയ്യുക. പിന്നെ sin x ന്റെ ഒരു വാല്യൂ തന്നിട്ട് ബാക്കി ട്രഗണോമെട്രി ആംഗിൾസ് കണ്ടുപിടിക്കാൻ വരും. സിമിലർലി ഇതാണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, sin x = 12/13 and x is an acute angle, find the value cos 2x. sin x ന്റെ വാല്യൂ അറിയാമെങ്കിൽ cos 2x ന്റെ വാല്യൂ കണ്ടുപിടിക്കും. എങ്ങനെ കണ്ടുപിടിക്കും? ഇത് കണ്ടുപിടിക്കാൻ ഞാൻ സാർ പറഞ്ഞു തരാം. ഇത് വേറെ ഒന്നുമില്ലടാ, നിങ്ങൾ cos 2x ന്റെ ട്രഗണോമെട്രിയിൽ ഒരു ഫോർമുല ഉണ്ട്. cos 2x = 1 - 2 sin square x. ഈ ഫോർമുലയിൽ 1 - sin x ന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം 12/3. അപ്പോൾ 1 - 2 × ആരാ 12/3 ദ ഹോൾ സ്ക്വയർ ചെയ്താൽ മതി, ആൻസർ ആയി, തീർന്നു. കാരണം cos 2x ഇൻ ടേംസ് ഓഫ് സൈനിലെ ഫോർമുലയിൽ എടുത്ത് കൊടുക്കുക. cos 2x എന്ന് പറഞ്ഞാൽ 1 - 2 sin square x. sin x ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 12/13 കൊണ്ട് അവിടെ കൊടുത്താൽ ആൻസർ കിട്ടി. സിമ്പിൾ അല്ലേ? കാണുമ്പോൾ അപ്പോ പഠിപ്പിച്ചില്ല എന്ന് വിചാരിക്കും. ഈസി അല്ലേ? ചോദിക്കാടാ ഇത്. ഇത് ഈസി ക്വസ്റ്റ്യൻ കേട്ടോ. ഇതാരാ? sin x cos y മൈനസ് cos x sin y. ആരുടെ ഫോർമുല? sin x cos y മൈനസ് cos x sin y. sin x - y യുടെ ഫോർമുല എടുത്ത് അപ്ലൈ ചെയ്യുക, കിട്ടും. ഇതൊക്കെ നിങ്ങൾ ചെയ്യും, എനിക്കറിയാം. ബാക്കി സെയിം sin 31π/3 ആൻസർ കണ്ടുപിടിക്കുക. ദെൻ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇത് 100% ഈ ക്വസ്റ്റ്യൻ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ടെക്സ്റ്റിലെ മിസ്ലിനിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളുക. പ്രൂവ് ചെയ്യാൻ വേണ്ടി cos x + cos y യുടെ ഫോർമുല അപ്ലൈ ചെയ്യുക, sin x + sin y യുടെ ഫോർമുല അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ കിട്ടുന്നതായിരിക്കും. എളുപ്പമാണ്. ഇവിടെ സ്ക്വയർ ഞാൻ ഇതിന്റെ വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്ത് തരും, പക്ഷെ ഇത് പഠിച്ചോളുക, ഇത് എക്സാമിന് ചോദിക്കും. നെക്സ്റ്റ് ഇത് നിങ്ങൾ ചെയ്യും. ട്രഗണോമെട്രി ബായി കണ്ടുപിടിക്കുക. ഈ ക്വസ്റ്റ്യൻ സ്ഥിരം ചോദിച്ചുകൊണ്ടുന്ന ക്വസ്റ്റ്യൻ ആണ്, 3-4 വർഷം ചോദിക്കുന്നില്ല. ഇത് പഠിച്ചോളുക. ഇത് പഠിക്കുന്നതിന്റെ കൂടെ നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ കോട്ടിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, cot 3x cot 2x എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. അതും കൂടെ നോക്കാം, ചോദിക്കാം. ക്ലിയർ? ഇതിൽ ഏതെങ്കിലും ഒന്ന് ട്രഗണോമെട്രിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പ്രൊവൈഡഡ് സാധാരണ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രഗണോമെട്രിയിൽ കൺവെർട്ട് 40 ഡിഗ്രി 20 മിനിറ്റ് ഇൻറ്റു റേഡിയൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ നോക്കിക്കോ, കൺവെർട്ട് ചെയ്യാൻ നോക്കിക്കോ. പിന്നെ ആംഗിളും റേഡിയസും തന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. എന്നാൽ ആർക്ക് ലെന്തും റേഡിയസ് എന്നിട്ട് ആംഗിൾ കണ്ടുപിടിക്കാനും ആംഗിളും റേഡിയസ് എന്നിട്ട് ആർക്ക് ലെന്ത് കണ്ടുപിടിക്കാനും ഇത്ര റെവല്യൂഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് ചോദിക്കും. കാരണം സ്ഥിരം ചോദിക്കുന്ന പ്രൂവ് ദാറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ട്രഗണോമെട്രിന് ഈ വർഷം അത് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. സ്കിപ്പ് അടിക്കരുത്. ദോസ് ഹു ആർ പ്രിപ്പയറിംഗ് ഫോർ ഫുൾ മാർക്ക് സ്കിപ്പ് ചെയ്യരുത്. കോംപ്ലക്സ് നമ്പർ ഈസിയാണ്. i⁴. പിന്നെ a+ib ഫോം, ഇങ്ങനെ ഒരു ക്വസ്റ്റൻ a+ib ഫോം എഴുതാനോ കോൺജുഗേറ്റ് എഴുതാനോ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എഴുതാനോ ആയിരിക്കും ചോദിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റിനെ കോംപ്ലക്സ് നമ്പറിൽ നിന്ന് ചോദിക്കുകയുള്ളൂ. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം. ഓക്കെ, പിന്നെ ആർഗന്റ് പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യാൻ അറിയാം എല്ലാവർക്കും. ആർഗന്റ് പ്ലെയിൻ വരയ്ക്ക് റെപ്രസെന്റ് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒന്നേ ചോദിക്കുകയുള്ളൂ. ലീനിയർ ഇനീക്വാളിറ്റിയിൽ ശ്രദ്ധിക്കുക, അതിലൊരു ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്ത് തരും കേട്ടോ. ലീനിയർ ഇനീക്വാളിറ്റിയിൽ സെന്റൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻ 100% ഈ വർഷം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, ഒരു സെന്റൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻ കാണും. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ പഠിച്ചോളുക. ഈ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കണമെന്ന് നിർബന്ധമില്ല. എനിക്കൊരു എക്സാം ഒക്കെ ആയതുകൊണ്ട് എക്സാം റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ തന്നാൽ പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കുക, അത് കിട്ടും. പിന്നെ അഫ്കോഴ്സ് നമ്മൾ ഇന്റർവെൽ സോൾവ് ചെയ്ത് നമ്പർ ലൈനിൽ വരയ്ക്കേണ്ട ക്വസ്റ്റ്യൻസ്. പിന്നെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിൽ ഏത് വേണോ ചോദിക്കാം. ഞാൻ ഡോട്ടർ, പിന്നെ നമ്മളെ കാർഡ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇങ്ങനെ ഇത് NCR NPR വെച്ചുള്ള ക്വസ്റ്റ്യൻ, ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാർഡ്സിന്റെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയാൻ ഞാൻ യൂട്യൂബിൽ ലൈവ് ചെയ്തിട്ടുണ്ട്, അത് ചോദിക്കും. പിന്നെ ഒന്നും കൂടെ ഞാൻ ഈ ഡിക്ഷണറിയിൽ ഗംഗ എന്ന് പറഞ്ഞ വേർഡ്, നമ്മൾ ഡിക്ഷണറിയിൽ ഒരു വേർഡ് അറേഞ്ച് ചെയ്യുമ്പോൾ അത് എത്രാമതായിരിക്കും? ഇപ്പം ട്യൂട്ടർ, ഗംഗ, ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ വേർഡ്സുകൾ ഡിക്ഷണറിയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ എത്രാമതായിരിക്കും, അല്ലെങ്കിൽ അതിൽ ആ വേർഡ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ 25ാമത്തെ വേർഡ് ഏതെന്നൊക്കെ പറഞ്ഞ് എക്സാമിന് ചോദിക്കാം. ഞാൻ ലൈവ് എടുത്തിട്ടുണ്ട്, ലൈവിൽ ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തരാം. ഓക്കെ, പിന്നെ ഇതൊക്കെ പിന്നെ നമ്മളെ ബൈനോമിയലിറ്റി തന്നെയാണ് ഈ വർഷത്തെയും ക്വസ്റ്റ്യൻ. ഒന്നുകിൽ a+b6 ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുണ്ട്, അതല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ചോദിക്കാം. പിന്നെ ഇതിൽ റൈറ്റ് ദ എക്സ്പാൻഷൻ, ഒരു ബൈനോമിയൽ എക്സ്പാൻഷൻ ഏതെങ്കിലും ഒരു ഇക്വേഷൻ നോക്കി ബൈനോമിയൽ എക്സ്പാൻഷൻ എഴുതാൻ പറയും. പിന്നെ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ, NC0 - NC1, ഇതിൻ്റെ ആൻസർ 0 ആണ്. ഇവിടെ പ്ലസ് വന്നിരുന്നെങ്കിൽ ഇതിൻ്റെ ആൻസർ 2n പഠിച്ചു വയ്ക്കുക.
പിന്നെ ഇതിൽ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട്? 14 പവർ ആയതുകൊണ്ട് 15 ടേംസ് ഉണ്ട്, പഠിച്ചു വയ്ക്കുക. പക്ഷെ ഈ വർഷം ഞാൻ ഈ മോഡൽ ഒരു ക്വസ്റ്റ്യൻ ബൈനോമിയലിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എക്സാം ടഫ് ആക്കുന്നുവെങ്കിൽ ഈ മോഡൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, പഠിച്ചു വെച്ചോളുക. ബൈനോമിയൽ തിയറത്തിൽ ആ തിയറംസ് യൂസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക കേട്ടോ. പിന്നെ സീക്വൻസ് ആൻഡ് സീരീസിൽ സമ്മും ഈ കോമൺ ആയിട്ട് ജനറലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സീക്വൻസിൽ ഏത് ക്വസ്റ്റ്യൻ വേണോ ചോദിക്കാം. പിന്നെ അരിത്തമെറ്റിക് മീനിങ് ജോമെട്രിക് മീനിങ് കണക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഞാൻ ഈ വർഷം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നോക്കി വെക്കുക കേട്ടോ, ഈ ക്വസ്റ്റ്യൻ നോക്കി പഠിക്കാം. പിന്നെ ഇൻസേർട്ട് 3 നമ്പർ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, നോക്കി വയ്യ, ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുമടാ, കിട്ടും. പിന്നെ ഇതും നമ്മളെ സ്ട്രൈറ്റ് ലൈനും ട്രിഗണോമെട്രിയും കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഈ സെയിം ക്വസ്റ്റ്യൻ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും, വീഡിയോ എടുത്ത് ഈ ക്വസ്റ്റ്യൻ തന്നെ സോൾവ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് തരാം, ചോദിക്കാം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ പെർപെൻഡിക്കുലർ ടു, ഇപ്പോൾ ഏതൊരു പെർപെൻഡിക്കുലർ ലൈൻ പാരലൽ വെച്ച് സ്ട്രൈറ്റ് ലൈനിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വരും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. ഇത് സെയിം ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇമേജും ഫുഡ് പെർപെൻഡിക്കുലറും ഞാൻ അപ്ലോഡ് ചെയ്ത് തരും. എൻ്റെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ഈ വർഷത്തെ ഇമേജ് കണ്ടുപിടിക്കാനും ഫുഡ് പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കാനും ഈ വർഷം ചോദിക്കും, ഞാൻ അപ്ലോഡ് ചെയ്ത് തരും. പിന്നെ എക്സിൻ്റെ വാല്യൂ ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിസ്റ്റൻസ്, ഒരു പോയിന്റ് എന്നുള്ള ഡിസ്റ്റൻസും 2 ലൈൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല, അതിലെ ക്വസ്റ്റൻസ് അതിൽ ഇമേജും ഫുഡ് പെർപെൻഡിക്കുലറും കൂടെ ഉണ്ട്, അതിനെ അപ്ലോഡ് ചെയ്ത് തരും. പിന്നെ കോണിക് സെക്ഷനിൽ സത്യം പറഞ്ഞാൽ 4 ഉണ്ട്. ഹൈപ്പർബോള, പരാബോള, എലിപ്സ്, സർക്കിൾ. സർക്കിളിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കൺഫേമാണ്. ബാക്കി 3 ഏതെന്നാണ്? പരാബോള ഈസി ആക്കണമെങ്കിൽ പരാബോള ചോദിക്കും, ടഫ് ആക്കണമെങ്കിൽ ഹൈപ്പർബോള ചോദിക്കും. എൻ്റെ മനസ്സ് ഹൈപ്പർബോളയിലാണ് നിൽക്കുന്നത്. ഹൈപ്പർബോള നോക്കി വയ്ക്കും, നന്നായിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ. എല്ലാത്തിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുണ്ട്, പഠിച്ച് ഈ ക്വസ്റ്റ്യൻ, ഈ ഹൈപ്പർബോളയിൽ ഈ ക്വസ്റ്റ്യൻ എസ്പെഷ്യലി നോക്കിയിട്ട് പോകട്ടോ, ചോദിക്കും, എക്സാമിന് ചോദിക്കും. പിന്നെ 3Dയിൽ ഒരു പോയിന്റ് വന്നിട്ട് അത് ഏത് പ്ലെയിൻ എന്ന് ചോദിക്കും. പിന്നെ അതിൻ്റെ ഒക്ടൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കും. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഞാൻ ചെയ്തു തരും, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് പിയിൽ നിന്ന് ക്യൂയിലോട്ടുള്ള ഡിസ്റ്റൻസ്. ഞാനത് വേണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞുതരാം, ചിന്തിച്ചത് വിട്ടില്ലേ. പി എന്ന് പറഞ്ഞ പോയിന്റ്, ഈ പി ഫസ്റ്റ് ക്വാർട്ടറിലെ പോയിന്റാണ്. പി മാത്രമാണ് ആര്? എക്സ് കോർഡിനേറ്റ് 5, 3. അപ്പോൾ ഈ പിയുടെ കോർഡിനേറ്റ്സ് 3, 4, 5 3 എന്ന് പറഞ്ഞാൽ 3, 4, 5 ക്ലിയർ. ഇനി ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ്, ക്യൂ എന്ന് പറഞ്ഞാൽ കിടക്കുന്ന വൈ ആക്സിലാണ്. വൈ ആക്സിൽ കിടക്കുന്നുവെങ്കിൽ ഇതാണ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ. ബാക്കി രണ്ടും 0. വൈ മാത്രമേ ഉള്ളൂ. അപ്പോൾ വൈ എത്ര? ഇവിടെ 4. അപ്പോൾ എൻ്റെ കോർഡിനേറ്റ്സ് ആരാ? 0, 4, 0. അതാണ് വൈ എന്ന് പറഞ്ഞത്. ക്യൂ എന്ന് പറഞ്ഞ കോർഡിനേറ്റ്സ്. എന്നിട്ട് പി ക്യൂവിൻ്റെ ഡിസ്റ്റൻസ് എന്ന് വിളിച്ചാൽ മതി. ക്ലിയർ? സംശയമുണ്ടോ? പി എന്ന് പറഞ്ഞാൽ എക്സിലും ഉണ്ട്, വൈയിലും ഉണ്ട്, ഇസിലും ഉണ്ട്. ഫസ്റ്റ് ക്വാർട്ടറിൽ കിടക്കുകയാണ്. പക്ഷേ ഈ വർഷം എക്സിൻ്റെ ഒക്കെ വാല്യൂ, ഇയാളുടെ വാല്യൂ ഒക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പം ഞാൻ ഒരു വീഡിയോ അങ്ങ് പറഞ്ഞുതരാം, എങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ കോൺസെപ്റ്റ് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ മാറും എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ പിയും ക്യൂ മനസ്സിലായല്ലോ. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇനി പി ക്യൂ നമ്മൾ ഡിസ്റ്റൻസ് ഫോമിൽ യൂസ് ചെയ്ത് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. ഈ ഒരു ഫിഗറിൻ്റെ ക്വസ്റ്റ്യൻ നോക്കി വെച്ചോടാ, ചോദിക്കും കേട്ടോ. പിന്നെ കുറച്ച് പോയിന്റ്സ് വന്നിട്ട് അത് എന്താണ് റൈറ്റ് ട്രയാങ്കിളിൻ്റെ ആണെന്നോ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഷോ ദാറ്റ് പോയിന്റ്സ് ആർ ഇക്വി ഡിസ്റ്റന്റ് ഫ്രം എ പർട്ടിക്കുലർ, ഒരു പോയിന്റിൽ നിന്ന് ബാക്കി തരുന്ന 2 പോയിന്റും ഇക്വി ഡിസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ് ചോദിക്കും. അത് സ്ഥിരം ചോദിക്കുന്നതാണ്. പിന്നെ ലിമിറ്റ് ചെയ്യുന്ന അഫ്കോഴ്സ് LHL RHL വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കും. ചിലപ്പോൾ LHL RHL ഈക്വലാണ് കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ ഞാനിത് അപ്ലോഡ് ചെയ്തിരും കേട്ടോ. അപ്പോൾ പിന്നെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചുള്ള ക്വസ്റ്റ്യൻ, ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. 150% ക്വസ്റ്റ്യൻ, ഏത് ക്വസ്റ്റ്യൻ വേണോ ചോദിക്കാം. 2-3 ക്വസ്റ്റ്യൻ തന്നേ ഉള്ളൂ. 150% ക്വസ്റ്റ്യൻ വരും. ഡെറിവേറ്റീവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കും. ഓക്കെ, അത് കോഷൻ റൂളിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനും ചോദിക്കാം. എന്താണ്ട ഈ ക്വസ്റ്റ്യൻ വേറെ ഒന്നുമില്ല, ഡെറിവേറ്റീവ് മാത്രം കണ്ടുപിടിക്കാനുള്ളൂ. x² മൈനസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. y എന്ന് പറഞ്ഞാൽ ആരാ? x² - 2. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആരാ? dy/dx ആരാ? x² ഡെറിവേറ്റീവ് ആരാ കുട്ടികളെ? 2x. 2ന്റെ ഡെറിവേറ്റീവ് 0. നമുക്ക് ഡെറിവേറ്റീവ് അറ്റ് x = 0 എന്ന് പറഞ്ഞാൽ dy/dx at x = 0 അല്ല 10. എക്സിന് വാല്യൂ 10 ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവിൽ നിങ്ങൾ എക്സിന് പകരം 10 കൊടുക്കണം. സോ ദിസ് ഈസ് ദി ആൻസർ. മനസ്സിലായോ? ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് at x = 10 എന്നും കൂടെ. അങ്ങനെ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് അറ്റ് എന്നൊരു പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് ആദ്യം കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കുന്ന ഡെറിവേറ്റീവിടെ ഇക്വേഷനിൽ എക്സിന് പകരം വാല്യൂ എന്ത് ചെയ്യുക? കൊടുക്കുക. ക്ലിയർ ആണേ? മനസ്സിലായല്ലോ? പിടികിട്ടില്ലോ? ചോദിക്കും. ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ, എക്സാമിന് വരും. ഞാൻ ഇത് ചെയ്തു തരും കേട്ടോ. നെക്സ്റ്റ് ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ
സൈൻ എക്സ് കോസ് എക്സിൻ്റെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ചോദിക്കാം. ലിമിറ്റിലെ ഈ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും വരുന്നത് മിക്കവാറും, അല്ലെങ്കിൽ ഡെറിവേറ്റീവിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ ദിസ് ഇസ് ദ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ. ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് തരും, ചോദിക്കും. പിന്നെ ഇത് മറ്റേ ഫോർമുല ചെയ്യണം, മോഡലിലും ഉണ്ടായിരുന്നു അല്ലേ. എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ബൈ എക്സ് മൈനസ് എൻ ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1 വെച്ച് ഇക്വേറ്റ് ചെയ്ത് ഈ 192 വാല്യൂ പിയുടെ വാല്യൂ കണ്ടുപിടിക്കും ഇക്വേറ്റ് ചെയ്ത്. നിങ്ങളത് ചെയ്യുമെന്ന് എനിക്കറിയാം. ഇനി ഹൈപ്പർബോളയിൽ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ വിട്ടു എന്ന് ആഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കി വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇപ്പോൾ സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കണ്ടുപിടിക്കാനാണ്. പക്ഷേ ഈ വർഷം ടൈറ്റ് ആക്കുകയാണെങ്കിൽ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ചോദിക്കും. ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ക്വസ്റ്റ്യൻസ്, നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വർക്കൗട്ട് ചെയ്താൽ മതി. 3-4 ക്വസ്റ്റ്യൻ എടുത്തുകൊണ്ട് പഠിച്ചോളൂ കേട്ടോ. ഇത്രയും ക്വസ്റ്റ്യനും ചെയ്ത് നോക്കണം സ്റ്റാറ്റിസ്റ്റിക്സ്. പിന്നെ പ്രോബബിലിറ്റി ആണ് ചാപ്റ്റർ. പ്രോബബിലിറ്റി ലാസ്റ്റ് എക്സസൈസ് ടെക്സ്റ്റിലെ എല്ലാം ചെയ്ത് നോക്കണം. പ്രോബബിലിറ്റിയും പെർമുട്ടേഷനും സെറ്റും കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ വരും. ഞാനത് അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ. പ്രോബിലിറ്റി ഓഫ് എ ഓർ ബി എന്ന് പറഞ്ഞാൽ യൂണിയൻ ആണ്. നോട്ട് എ ആൻഡ് നോട്ട് ബി എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്നാണ് കേട്ടോ. ഇതെല്ലാം ഈ 2 ക്വസ്റ്റ്യൻ നോക്കി വയ്ക്കുക. കാർഡ്സിന്റെ ലീപ്പ് ഇയറിന്റെ ആൻസർ ഇത് 2 രീതിയിൽ വരാം. ഈ ലീപ്പ് ഇയറിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 2/7 ആണ്. ലീപ്പ് ഇയറിന്റെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ചിലപ്പോൾ നോൺ ലീപ്പ് ഇയർ എന്ന് ചോദിക്കും. നോൺ ലീപ്പ് ഇയർ എന്ന ആൻസർ ക്വസ്റ്റ്യൻ വന്നാൽ 1/7 ആണ് ആൻസർ. എന്തുകൊണ്ടെന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് ആൻസർ ഇപ്പോൾ നോക്കി വയ്ക്കുക. 53 ഫ്രൈഡേ 53 സൺഡേ ഒക്കെ ലീപ്പ് ഇയറിൽ വരാനുള്ള പ്രോബബിലിറ്റി 2/7 കാണാൻ പിടിച്ചല്ലോ. ഇനി നോൺ ലീപ്പ് ഇയർ ആണെങ്കിൽ 1/7. എന്തുകൊണ്ടെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, വേറൊരു വീഡിയോ ഇട്ട് തരാം കേട്ടോ. നെക്സ്റ്റ് NSS NCC സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഈ വർഷം ഇട്ടെന്നേ ഉള്ളൂ. ഓക്കെ. ഇതാണ് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ ഇതാണെന്നാണ് തോന്നുന്നത്. കാരണം ക്വസ്റ്റ്യൻ പേപ്പറുകാർ എന്നെ വിളിച്ച് ചോദിച്ചു, സാറേ ഇത് ഇട്ടോ. ഞാൻ പറഞ്ഞു ഇട്ടോ എന്ന് പറഞ്ഞ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കടാ. 2 പേര് എക്സാം എഴുതാൻ പോയപ്പം ഒരാൾ ജയിക്കാനുള്ള പ്രോബിലിറ്റി, 2 പേര് ഒരുമിച്ച് എഴുതാൻ ജയിക്കാനുള്ള പ്രോബിലിറ്റി, ഒരാൾ ജയിക്കാനുള്ള പ്രോബിലിറ്റി എന്നൊക്കെ പറഞ്ഞുള്ള ഈ ക്വസ്റ്റ്യൻ എക്സാമിന് വരാം. നിങ്ങൾ പഠിച്ചോളുക. ക്ലിയർ? അപ്പൊ ഇത്രയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. ഇതിൽ ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് കുറെ പ്രീവിയസ് ഇയർ തന്നെയാണ്, കുറച്ച് പ്രീവിയസ് ഇയറും കുറച്ചല്ലാത്ത ക്വസ്റ്റ്യൻസും കൂടെ മിക്സ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടും. ഇതൊക്കെ വർക്കൗട്ട് ചെയ്തോളുക. പ്ലസ് ഇതിൻ്റെ കൂടെ കുറച്ച് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് വരും. അത് ഞാൻ ഹിഡൻ ചെയ്ത് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. വരുന്ന വീഡിയോസിന് ഒരു 6 വീഡിയോ അപ്ലോഡ് ചെയ്യും. ഇന്നും നാളെ കൊണ്ട് 6 to 8 വീഡിയോസ്, ഒരു 5 മിനിറ്റ് ഉള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അതിൽ ഉറപ്പായിട്ടും മറ്റൊന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടിരിക്കുന്നത്. അത് നിങ്ങൾ പഠിക്കണം. അത് പഠിക്കാതെ പോയാൽ എക്സാം ടഫ് ആയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റ് വീഡിയോസേ കാണുള്ളൂ. അത് പഠിച്ചോളൂ. ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് ഞാൻ അപ്ലോഡ് ചെയ്ത് തരും. ഓരോ ചാപ്റ്ററിൽ നിന്നും എക്സാം ടഫ് ആക്കാൻ ഇതിന് പുറമെ വരാവുന്ന ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്ത് തരും. വിത്ത് ആൻസർ, ക്വസ്റ്റ്യൻ അല്ല, ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ. ഒരു 5-6 മിനിറ്റോ കാണും ഒറ്റ ക്വസ്റ്റ്യൻ. അത് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കയറി കാണുക. ഓക്കെ, അത്രയും മാത്രം ചെയ്താൽ ആ വരുമ്പോൾ ആ വീഡിയോ വരുമ്പോൾ കയറി കാണുക എന്നുള്ള 5-6 മിനിറ്റിന് വീഡിയോസ് അങ്ങ് അപ്ലോഡ് ചെയ്ത് തരാം. നിങ്ങൾക്ക് അപ്പം സമയം കിട്ടുമ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ വന്ന ഉടനെ നോട്ടിഫിക്കേഷൻ എല്ലാം ഓൺ ആക്കി ഇടുക. വീഡിയോസ് വന്ന ഉടനെ നിങ്ങൾ അത് കാണുക. ആൻസറുകളോട് നിങ്ങൾക്ക് ഒരു റിസ്ക്കും ഇല്ല. 1 മണിക്കൂർ 2 മണിക്കൂർ 10 മണിക്കൂർ ലൈവ് ഒന്നും തരുന്നില്ല. ചുമ്മാ ഒരു 5 മിനിറ്റ് ക്വസ്റ്റ്യൻ കാണുക, പോവുക. അപ്പൊ ഇതിന്റെ PDF ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇന്നും നാളെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യണം. ഇതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ടോപ്പിക്ക് വീണ്ടും പഠിക്കാം. എന്നിട്ട് നാളെ വൈകുന്നേരം നമ്മുടെ എക്സാക്ട് ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ വരും. ഒരു മോഡറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടും. കാരണം കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് എന്തായാലും കാണാം. ഒരു 10 to 20% ടഫ് ക്വസ്റ്റ്യൻസ് കാണാം. ബാക്കി ഒരു 40% ഈസി ക്വസ്റ്റ്യനും പിന്നെ ഒരു 40% മോഡറേറ്റ്, 20% ടഫ് ക്വസ്റ്റ്യൻസും കാണും. മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുവിധപ്പെട്ട ആൾക്കാർ എഴുതും. ഈ ടഫ് ക്വസ്റ്റ്യൻസ് എഴുതത്തില്ല. പക്ഷേ ടഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു സംഭവം അറിയോ, ഈ ടഫാണ് ഏറ്റവും എളുപ്പം. ടഫല്ല, ചെറുതായിട്ട് കോൺസെപ്റ്റ് മാറ്റി ചോദിക്കും. ആർക്കും എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ടഫായിട്ട് വരുന്നത്. സത്യം പറഞ്ഞാൽ കോൺസെപ്റ്റ് മാറ്റി ചോദിക്കും, അത്രേ ഉള്ളൂ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്ത് തരും. എല്ലാവർക്കും ഒന്നും അറിഞ്ഞാത്തവർക്കും ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അതാണ് പ്രത്യേകത. ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുന്നു മാത്രമേ ഉള്ളൂ. എക്സാക്ട് ക്വസ്റ്റ്യൻ കിട്ടും. ഞാൻ നാളെ അപ്ലോഡ് ചെയ്ത് തരാം. നാളെ ഇന്നും വെച്ച് അപ്ലോഡ് ചെയ്ത് തരാം. ബാക്കി സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു 1 ഷോട്ട് വീഡിയോ ഇനിയിപ്പോൾ അപ്ലോഡ് ചെയ്ത് തരും. അതേപോലെ പ്രോബിലിറ്റിയും ചില ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ വീഡിയോസിന് അപ്ലോഡ് ചെയ്ത് തരും. ലിമിറ്റ്സിൻ്റെ LHലും RHലും കണ്ടുപിടിച്ച് പിന്നെ Aയുടെയും Bയുടെയും വാല്യൂ ഉണ്ടെങ്കിൽ ക്വസ്റ്റൻസ് ഉണ്ട് അപ്ലോഡ് ചെയ്ത് തരും. ഗ്രാഫിൻ്റെ കുറച്ച് ക്വസ്റ്റൻസ് എക്സാം 100% ചോദിക്കും. അത് അപ്ലോഡ് ചെയ്ത് തരും. പ്രൊവൈഡഡ് ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് sin x cos x tan xന്റെ ഗ്രാഫ് പഠിക്കണേ. sin x cos x tan xന്റെയും കൂടെ ഗ്രാഫ് പഠിച്ചോളുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മാക്സിമം അയച്ചു കൊടുത്തേ. നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്, നേരത്തെ തന്നിട്ടുണ്ട്, ഇനി തന്നില്ല എന്ന് പറയരുത്. ഇതിന്റെ PDF-ഉം ഡിസ്ക്രിപ്ഷനിൽ കാണും. വേറൊരു PDF-ഉം കൂടെ ഡിസ്ക്രിപ്ഷനിൽ കാണാം. അതിൽ ക്വസ്റ്റ്യനും ആൻസറും ഉണ്ട്. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചോളൂ കേട്ടോ. അതെനിക്ക് ഷെയർ ആയി വന്നതാണ്. ഞാൻ നോക്കിയപ്പോൾ കൊള്ളാം. അപ്പം ഞാൻ അത് മെർജ് ചെയ്ത് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ കണക്കിന് ആക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ പഠിച്ചോളുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എക്സാം ഫുൾ മാർക്ക് വാങ്ങിക്കട്ടെ. പൊളിച്ചിട്ട് പോവാ. എല്ലാവർക്കും ഈസി ആയിരിക്കും. മാക്സിമം വീഡിയോസ് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക.
ശ്രദ്ധിക്കുക, നെക്സ്റ്റ് വീഡിയോസ് അപ്ലോഡ് ആവും. കുത്തിരുന്ന് കാണുക. കുത്തിരുന്നൊന്നും കാണണ്ട, 5 മിനിറ്റ് 6 മിനിറ്റ് വീഡിയോസേ ഉള്ളൂ, ചെറിയ ചെറിയ വീഡിയോസ് ആണ്. കാണുക, അത് പഠിക്കുക, അത് എക്സാമിന് വരും. ഓൾ ദി ബെസ്റ്റ്. അതാണ് നമ്മുടെ പ്രഡിക്ഷൻ്റെ, അതാണ് നമ്മുടെ ടൈറ്റ് ആയിട്ടിരിക്കുന്നത്. ബാക്കി ഇതൊക്കെ എല്ലാവരും പറയും, പക്ഷെ അതൊന്നും ആരും പറയില്ല. അത് നമുക്ക് കിട്ടും, ആ ക്വസ്റ്റ്യൻസ് കണക്ട് ആവും. ഓക്കെ, അതാണ് നമ്മൾ റിസർച്ച് ചെയ്തിടുന്ന ക്വസ്റ്റ്യൻസ്. എക്സാം ടഫാ, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വരും, അങ്ങനെ ഇട്ടതായിരുന്നു കെമിസ്ട്രിയിൽ കംപ്ലീറ്റും വന്നത്. ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ്.